അസറ്റ് ആക്ഷൻ ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് എംപവർമെന്റ് ട്രസ്റ്റ് ഗ്രാമീണ മേഖലയിലെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യം വെച്ച് പേരാമ്പ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സേവന സന്നദ്ധ സംഘടന. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം തന്നെയാണ് അസറ്റിന്റെ പ്രഥമ പരിഗണന. ഒരു പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം ആ നാടിനെ വിദ്യാഭ്യാസപരമായി കൈപിടിച്ചുയർത്തുക എന്നതാണല്ലോ. മാറുന്ന കാലത്തിനും ലോകത്തിനും അനുസൃതമായി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ശാക്തീകരിക്കാനുള്ള നിരവധി കർമ്മ പദ്ധതികൾ ആണ് അസറ്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അസറ്റ് സ്റ്റാർസ് പ്രതിഭകളായ കുട്ടികളെ നേരത്തെ കണ്ടെത്തി അവർക്ക് ദീർഘകാല പിന്തുണാ സംവിധാനം ഒരുക്കി സമസ്ത മേഖലകളിലും രാജ്യത്തെയും ലോകത്തെയും നയിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു സ്വപ്ന പദ്ധതി. സിൽവർ അസറ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം ഉറപ്പുവരുത്തുന്ന പദ്ധതി. പ്രത്യേക പരിശീലനങ്ങൾ, LSS, USS, NMMS തുടങ്ങിയ സ്കോളർഷിപ്പ് പരീക്ഷകൾക്കുള്ള പരിശീലനങ്ങൾ, SSLC, +2 പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, പരിശീലനങ്ങൾ, സിവിൽ സർവീസ് കോച്ചിംഗ് ക്യാമ്പുകൾ, പഠനയാത്രകൾ, അസറ്റ് പ്രതിഭാ സംഗമം, LSS, USS, NMMS സിവിൽ സർവീസ് ജേതാക്കളെയും SSLC, +2 മുഴുവൻ വിഷയങ്ങളിലും A+, A1 നേടിയ വിദ്യാർത്ഥികളെയും പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അനുമോദിക്കുന്ന പ്രൗഢോജ്വല സംഗമം. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IAS, GS പ്രദീപ്, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ വ്യക്തിത്വങ്ങളാണ് പ്രതിഭാസംഗമം കൂടുതൽ സമ്പന്നമാക്കിയത്. ഭാവിക അസറ്റ് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ IASന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ നീറ്റ്, JEE, സിവിൽ സർവീസ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കാനുള്ള ഭാവിക ഫൗണ്ടേഷൻ കോഴ്സ് മലപ്പുറം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും നിയോജക മണ്ഡലത്തിലും സൗജന്യമായി നടപ്പിലാക്കുന്നു. ASS USS, LSS മാതൃകയിൽ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ 100 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പുതിയ പദ്ധതി. ലൈബ്രറി ശാക്തീകരണം നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും 10,000 രൂപ വീതം വിലയുള്ള പുതിയ പുസ്തകങ്ങൾ നൽകുന്ന പദ്ധതിയാണിത്. അസറ്റ് അധ്യാപക പുരസ്കാരം പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, CBSE, കോളേജ്, ഭിന്നശേഷി തുടങ്ങി പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അധ്യാപകർക്ക് ശശി തരൂരിനെ പോലെയുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പൊന്നാടയും പ്രശസ്തി പത്രവും മെമന്റോയും കേശ് അവാർഡും നൽകി ആദരിക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങ്. ഡോക്ടർ ശശി തരൂർ, ഡോക്ടർ MK മുനീർ, ജിജി തോംസൺ IAS എന്നിവർ മുഖ്യാതിഥികളായി. ഉണർവ് സ്കൂൾ PTA സഹകരണത്തോടെ പ്രഗത്ഭരായ പരിശീലകരെയും വിദഗ്ധരെയും മോട്ടിവേഷൻ ട്രെയിനർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അസറ്റ് നടപ്പിലാക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ടിയുള്ള ശാക്തീകരണ പദ്ധതിയാണ് ഉണർവ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ വളരുന്ന കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളിൽ സമയാസമയങ്ങളിൽ രക്ഷിതാക്കൾക്ക് തന്നെ നൽകാൻ കഴിയുന്ന മികച്ച പരിശീലനമാണ് ഉണർവ് നൽകുന്നത്. അസറ്റ് വായനാമുറ്റം വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും പെൻഷനായ ആളുകൾക്കും പൊതുപ്രവർത്തകർക്കും പുസ്തകങ്ങൾ റഫർ ചെയ്യാനും വായിക്കാനും സംവദിക്കാനും അസറ്റ് ഡയറക്ടർമാരുടെ വീട്ടുമുറ്റത്ത് ഒരുക്കുന്ന റഫറൽ ലൈബ്രറി ഉൾപ്പെടെ വിപുലമായ സജ്ജീകരണങ്ങൾ. അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിംകുട്ടിയുടെ വീട്ടുമുറ്റത്ത് ഒരുക്കിയ അസറ്റ് വായനാമുറ്റം ശശി തരൂർ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വായനാമുറ്റത്തേക്ക് നടത്തിയ പഠന കൾച്ചറൽ വിസിറ്റുകൾ, MT അനുസ്മരണം, ശ്രീനി പാലേരിയുടെ ചിത്രപ്രദർശനം ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകളിൽ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭർ പങ്കെടുത്തു. കുവൈത്ത് രാജകുമാരി മറായം അൽ ഖൈമർ അൽ സബ, ടുണീഷ്യൻ വിദ്യാഭ്യാസ മന്ത്രി, ഡെൻമാർക്കിലെയും ഫ്രാൻസിലെയും വിദ്യാഭ്യാസ പ്രവർത്തകർ, ജിജി തോംസൺ IAS, ദളിത് സാഹിത്യകാരൻ ശരൺകുമാർ ലിംബാളെ, ശബ്നം ഹാഷ്മി തുടങ്ങി ഒട്ടനവധി വ്യക്തിത്വങ്ങൾ അസറ്റ് വായനാമുറ്റം സന്ദർശിച്ചിട്ടുണ്ട്. നവജീവനം പദ്ധതി 200-ലധികം കോളനികൾ ഉണ്ട് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ. അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുറെ കുടുംബങ്ങൾ അധിവസിക്കുന്ന ഇടങ്ങളായാണ് ഈ സങ്കേതങ്ങൾ.
നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സങ്കേതങ്ങളിലെയും ആരോഗ്യ വിദ്യാഭ്യാസ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതി. അസറ്റ് ഭവന പദ്ധതികൾ. ഭവനരഹിതരായ നിർധനരായ കുടുംബങ്ങൾക്ക് മാതൃഭൂമി ചിറ്റിലപ്പള്ളി ഉൾപ്പെടെ ഉള്ളവരുമായി സഹകരിച്ച് അസറ്റ് നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതി. ഷീ റീഡ് ആൻഡ് ലീഡ് പദ്ധതി. സ്ത്രീകളുടെ വായന പരിപോഷിപ്പിക്കാനും സമസ്ത മേഖലകളിലും സ്ത്രീകളെ ശാക്തീകരിക്കാനുമുള്ള കർമ്മ പദ്ധതി. 50 സ്ത്രീകൾ വീതമുള്ള 100 യൂണിറ്റുകളാണ് തുടക്കത്തിൽ വിഭാവനം ചെയ്യുന്നത്. ആദ്യത്തെ യൂണിറ്റിന്റെ ഉദ്ഘാടനവും പദ്ധതി പ്രഖ്യാപനവും നടത്തിയത് കവി വീരൻകുട്ടി. ദേശീയോദ്ഗ്രഥനം മാനവമൈത്രി പ്രവർത്തനങ്ങൾ. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയുമായി സഹകരിച്ച് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും ബഹുജനങ്ങൾക്കുമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സ്വന്തം കൈകൊണ്ട് പ്രിന്റ് ചെയ്ത് സൂക്ഷിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി. ഡ്രീംസ് ഡ്രഗ് റെസിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് മിഷൻ ഫോർ സൊസൈറ്റി. ലഹരിമുക്ത ക്യാമ്പസ്, ലഹരിമുക്ത സമൂഹം. അസറ്റ് പേരാമ്പ്രയും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയനും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്വപ്ന പദ്ധതി. സംസ്ഥാനത്ത് 100 റിസോഴ്സ് പേഴ്സണ് പരിശീലനം. ജില്ലാതലങ്ങളിൽ റിസോഴ്സ് പേഴ്സൺ. സ്കൂളുകളിൽ അധ്യാപക ബ്രിഗേഡ്, ഡ്രീംസ് ക്ലബ്ബുകൾ. ശാസ്ത്രീയമായ ഇടപെടൽ, സമഗ്രമായ മൊഡ്യൂൾ വിദഗ്ധരുടെ മേൽനോട്ടം, വിവിധ മത്സരങ്ങൾ. ബിഹേവിയർ വാക്സിൻ ആൾട്ടർനേറ്റീവ് ഗെയിം. സംസ്ഥാനതല ഉദ്ഘാടനം, ജില്ലാതല ഉദ്ഘാടനം, നിയോജക മണ്ഡലതല ഉദ്ഘാടനം. വയനാട്ടിൽ ആദ്യത്തെ പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പുനരധിവാസം ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജില്ലകളിലും നടപ്പിലാക്കിയ അസറ്റ് ഭാവിക ഫൗണ്ടേഷൻ കോഴ്സ് ഉൾപ്പെടെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന്റെ പുറത്തേക്കും അസറ്റിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരവധി കർമ്മ പദ്ധതികളാൽ സമ്പന്നമാണ് അസറ്റിന്റെ പ്രവർത്തനങ്ങൾ.